10-12 ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ലാലേട്ടന്റെ എമ്പുരാൻ എന്ന് പറയുന്ന മൂവിയാണ്. അതിനുള്ള പ്രധാന കാരണം റിലീസിന്റെ മുന്നേയുള്ള വമ്പൻ പ്രീസെയിൽ കളക്ഷൻ. അങ്ങനെ ചാനലുകാർക്കൊക്കെ കണ്ടന്റ് വേണമല്ലോ. അപ്പോൾ എല്ലാ ചാനലുകാരും ആ ഒരു വിഷയമാക്കി കണ്ടന്റ് ബേസിൽ അത്തരത്തിലുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അങ്ങനെ ഒരു ചാനലിന്റെ റീച്ച് കാര്യങ്ങളെല്ലാം നിലനിർത്തി മുന്നോട്ട് പോയി. ചിത്രം റിലീസിന് ശേഷം വമ്പൻ വിവാദം. വീണ്ടും ആ ഒരു സിനിമ തന്നെയാണ് ചാനലുകാരുടെ അന്നം എന്ന് പറയാം. അങ്ങനെ ഒരു കടന്നു പോകുന്നതിനിടയിൽ സിനിമക്ക് വലിയ വിവാദത്തിലേക്കും അതോടൊപ്പം തന്നെ ട്രോളിലേക്കും അങ്ങനെ ചർച്ചയിലൊക്കെ നിറഞ്ഞു നിന്നു ലാലേട്ടൻ പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്ന് പറയുന്ന മൂവി. അങ്ങനെ ലാലേട്ടനൊക്കെ വലിയ ട്രോളും വിവാദമൊക്കെ ആയ സമയത്ത് മേജർ രവി പറഞ്ഞു ലാലേട്ടന് ചിത്രത്തിന്റെ കഥ അറിയില്ലായിരുന്നു, ലാലേട്ടൻ തിയേറ്ററിൽ വെച്ചാണ് ഈ ഒരു സിനിമ ആദ്യമായിട്ട് കാണുന്നത് എന്നും ലാലേട്ടൻ ഒരിക്കലും കുറ്റം പറയരുത് എന്നൊക്കെ നമ്മുടെ മേജർ രവി ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട് പറഞ്ഞു. ഇപ്പോൾ ഇത് നമ്മുടെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരിക്കുന്നു, എനിക്കും ലാലേട്ടനും ഒക്കെ ഈ ഒരു സിനിമയുടെ കഥ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നാണ് നമ്മുടെ ആന്റണി പെരുമ്പാവൂര് മീഡിയാസിനോടും പ്രേക്ഷകരോടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മേജർ രവി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ലാലേട്ടന് ചിത്രത്തിന്റെ കഥ അറിയില്ല എന്ന് മീഡിയാസിനോട് ലൈവായിട്ട് തട്ടിയിരിക്കുന്നത്. എന്തിനായിരിക്കും ലാലേട്ടന് കഥ അറിയില്ല എന്ന് മേജർ രവി സ്വയം പറഞ്ഞത്? ലാലേട്ടനെ രക്ഷിക്കാനാണോ, അല്ലെങ്കിൽ മേജർ രവി സോഷ്യൽ മീഡിയയിൽ വലിയ റീച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ്? ഇപ്പോൾ സിനിമകളൊക്കെ ചെയ്തിട്ട് കുറെ ആയി. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചുമ്മാ വന്ന് തള്ളിയതാണോ? അങ്ങനെയൊക്കെ ഉള്ള പരക്കെ ചർച്ചയും കാര്യങ്ങളെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്തായാലും ലാലേട്ടനും പൃഥ്വിരാജിനും അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിനെല്ലാം സിനിമയുടെ കഥയും കഥാപാത്രത്തെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ തന്നെ ഉണ്ടായിരുന്നു. സിനിമ ഇത്രയും വിവാദമായതോടുകൂടെ മാപ്പ് പറയുകയും സിനിമ റീ എഡിറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വലിയ വിവാദങ്ങളിലേക്കും ട്രോളിലേക്കും എത്തപ്പെട്ട സിനിമ ബോക്സ് ഓഫീസിൽ മൂക്ക് കുത്തി വീഴുമെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. എന്നാൽ വമ്പൻ ചർച്ച ആയതോടുകൂടെ സിനിമ എന്തായാലും ഒരു വട്ടമെങ്കിലും തിയേറ്ററിൽ വന്ന് കാണണം എന്നുള്ള ആ ഒരു ത്വര എല്ലാ പ്രേക്ഷകരും ഉണ്ടായി. അങ്ങനെ സിനിമക്ക് അത് ഗുണമായി. വലിയ ഒരു ജനക്കൂട്ടം തന്നെയാണ് സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് സിനിമയുടെ കളക്ഷൻ കാര്യങ്ങളെല്ലാം 200 കോടിക്ക് മുകളിലേക്ക് 5 ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്തപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ സിനിമ ഒരു സക്സസ് ലെവലിൽ തന്നെയാണ്. 6ാമത്തെ ദിവസമായ ഇന്നും സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ ഇത്രയും വിവാദമായത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമക്ക് കിട്ടിയ ഒരു വരവേൽപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ സിനിമ പ്രൊഡ്യൂസർമാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുമായിരുന്നു. ഇത്രയും വലിയ വിവാദങ്ങളിലേക്ക് എത്തപ്പെടും എന്നുള്ള തോന്നൽ നേരത്തെ തന്നെ ഉണ്ടായത് കൊണ്ടായിരിക്കാം സിനിമയുടെ നിർമ്മാതാക്കളായിരുന്ന ലൈക്ക പ്രൊഡക്ഷൻസ് സിനിമയിൽ നിന്ന് പിന്മാറിയത്. അങ്ങനെ ഗോപാലൻ ചേട്ടൻ സിനിമയിലേക്ക് ഇന്നാവുന്നതും എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും സിനിമ ഇപ്പോൾ സക്സസ് ലെവലിൽ മുന്നോട്ട് പോകുന്നു. സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കാം. ജിനു എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.